ആദ്യം തന്നെ കാണിക്കുന്ന മുരളിയേട്ടനെ പണി കൊടുക്കുന്നതിന് വേണ്ടി രാഹുലും ലക്ഷ്മിയും മുരളിയേട്ടനെയും രജനിയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. വഴിപാടുമായി ബന്ധപ്പെട്ടാണ് അവർ അമ്പലത്തിലേക്ക് പോകുന്നത്. അതിനുശേഷം മുരളിയേട്ടനെ കൊണ്ട് ശയന പ്രദർശനം ചെയ്യിപ്പിക്കുകയാണ്. രജനിയാണ് മുരളിയേട്ടനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. തുടർന്ന് മുരളിക്ക് ഉരുളാൻ ഒരു ഉത്സാഹവുമില്ല. തുടർന്ന് രജനി പിന്നെ മുരളിയേട്ടനോട് പറയുന്നത് മുരളിയേട്ടൻ ഉരുണ്ടില്ലെങ്കിൽ അവരെ എന്നെ പിടിച്ച് ഉരുട്ടുമെന്ന് പറയുകയാണ്. എന്നാൽ മുരളിയേട്ടൻ്റെ ഈ അവസ്ഥയെല്ലാം കണ്ട് മാറി നിന്ന് രാഹുലും ലക്ഷ്മിക്കെല്ലാം ചിരി വരികയാണ്. രണ്ടുപേരും ഇത് കണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് രാഹുൽ രജനിയോടും മുരളിയോടും കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു വഴിപാട് നടത്തണമെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്തായാലും രാഹുലും ലക്ഷ്മിയും പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുകയാണ് രണ്ടുപേരും. അതിനുശേഷം കാണിക്കുന്നത് മിഥുൻ ജാനകിയെ ഫോണിൽ വിളിക്കുകയാണ്. സൂര്യനും ലക്ഷ്മിയും എവിടെയില്ല, അവരെങ്ങോട്ട് പോയിരിക്കുകയാണെന്നുള്ള കാര്യമെല്ലാം ജാനകി പറയുകയാണ്. തുടർന്ന് മിഥുൻ ജാനകിയോട് ദേഷ്യപ്പെടുകയാണ്. ഫോൺ വെച്ച ശേഷം ജാനകി ആ ദേഷ്യം തീർക്കുന്ന പപ്പി ആൻറ്റിയോടാണ്. സൂര്യനെ ഞാൻ കൊന്നുകളയുമെന്ന് തന്നെ ജാനകി പറയുകയാണ്. എന്നാൽ അത് കേട്ട് പപ്പി ആൻറ്റിക്ക് ദേഷ്യം വരികയാണ്. തുടർന്ന് പപ്പി ആൻറ്റി ജാനകിക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ്. സൂര്യനെ കൊന്നുകളയുമെന്ന് പറയാൻ നീ ആരടി എന്ന് ചോദിക്കുകയാണ്. സൂര്യൻ ഈ വീട്ടിലൊരു അംഗമാണ്, സൂര്യൻ ഞങ്ങളുടെ ചോരയാണ്, ആ സൂര്യനെതിരെ പറയാൻ നിനക്കെന്താ അവകാശം എന്ന് ചോദിച്ചുകൊണ്ട് പപ്പി ആൻറ്റി ജാനകിയെ പഞ്ഞിക്കിടുകയാണ്. എന്നാൽ പപ്പി ആൻറ്റിയുടെ വാക്കുകൾ ജാനകിയെ മുറിവേൽപ്പിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ പപ്പി ആൻറ്റിയോട് ജാനകിയോട് മാപ്പ് പറയാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് പപ്പി ആൻറ്റി പറയുന്നത് ചെമ്പകത്തിലെ വേലക്കാരിയോടോ എനിക്ക് മാപ്പ് പറയേണ്ട കാര്യമില്ല എന്ന് തുറന്നടിച്ച് തന്നെ പറയുകയാണ്. എന്തായാലും ജാനകിയുടെ ഷോ ഓഫ് പപ്പി ആൻറ്റി പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ്.